കരുവന്നൂർ സഹകരണ ബാങ്കിലേത് ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രാഷ്ട്രീയക്കാരും പോലീസും ബാങ്ക് ജീവനക്കാരും ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നും ഇഡി ഹൈക്കോടതിയിൽ പറയുന്നു. ഇഡി പിടിച്ചെടുത്ത രേഖകൾ വിട്ടുകിട്ടാൻ ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിലാണ് ഈ സത്യവാങ്മൂലം സമർപ്പിച്ചത്. അസിസ്റ്റന്റ് ഡയറക്ടർ സുരേന്ദ്ര കാവത്കറാണ് വിശദീകരണം സത്യവാങ്മൂലത്തിൽ നൽകിയിരിക്കുന്നത്. ഷപ്ന സേതുന്റെ വിവരങ്ങളുമായി. ഷപ്ന, ഏറ്റവും വലിയ തട്ടിപ്പെന്ന് ഇഡി പറയുന്നു. നേരത്തെ 108 കോടി രൂപയുടെ സ്വത്തുക്കൾ നിക്ഷേപകർക്ക് നൽകുന്നതിൽ എതിർപ്പില്ലെന്ന് കോടതിയിൽ ഇഡി നിലപാടെടുത്തതുമാണ്. ഈ സത്യവാങ്മൂലത്തിലെ എന്തൊക്കെയാണ് കൂടുതലായി ഇഡി പറയുന്നത്? സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടി വന്ന സാഹചര്യം എന്തൊക്കെയാണ്? സേതുലക്ഷ്മി, ഇഡി പിടിച്ചെടുത്ത രേഖകൾ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഇഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത്. ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത് കരുവന്നൂര് ബാങ്ക് തട്ടിപ്പ് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയാണ് നടന്നിട്ടുള്ളത്. അതുപോലെ രാഷ്ട്രീയക്കാര്, പോലീസ്, ബാങ്ക് ജീവനക്കാര് ഇവർ കൈകോർത്താണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയത് എന്നാണ് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. 2012 മുതൽ 2019 വരെ ഒട്ടേറെ പേർക്ക് ബാങ്കിൽ നിന്ന് വായ്പ അനുവദിച്ചു. അതുപോലെ ഈ ബാങ്കിന്റെ പരിധിക്ക് പുറത്ത് താമസിക്കുന്നവരടക്കം 51 പേർക്ക് 24 കോടി രൂപ നിയമവിരുദ്ധമായി വായ്പ അനുവദിച്ചു എന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. പലിശ അടക്കം അതിപ്പോൾ 48 കോടി രൂപയായിട്ടുണ്ട്. 2021 ജൂലൈ 21 ക്രൈംബ്രാഞ്ചും അതുപോലെ 2022 ഓഗസ്റ്റ് 10 ഇഡിയും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിരുന്നു. 2022 ഓഗസ്റ്റ് 20 ഈ ഇഡി ഇത്തരത്തിൽ രേഖകൾ പിടിച്ചെടുത്തത്. ശരിയായ അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് നേരത്തെ നടത്തിയിരുന്നെങ്കിൽ ക്രൈംബ്രാഞ്ചിന് ഈ രേഖകൾ പിടിച്ചെടുക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടുന്ന രേഖകൾ PMLA കോടതിയുടെ പരിഗണനയിലാണ്, അല്ലെങ്കിൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രേഖകൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വിട്ടു നൽകാനാവില്ല എന്നാണ് ഇഡി കോടതിയെ അറിയിച്ചിട്ടുള്ളത്. തിരുവന്നൂർ ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയെന്നാണ് ഇഡി ഇപ്പോൾ ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല രാഷ്ട്രീയക്കാരും പോലീസുകാരും ബാങ്ക് ജീവനക്കാരും കൈകോർത്ത് നടത്തിയ തട്ടിപ്പ് എന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഷപ്ന സേതാണ് വിവരങ്ങൾ നൽകിയത്.